സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രെയിലർ റിയാക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ ജനനായകൻ്റെ ട്രെയിലർ റിയാക്ഷൻ കാണാൻ വേണ്ടി എടുത്തതും ആദ്യം കാണുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ സെൻസർ ബോർഡ് അംഗീകാരം നൽകിയില്ലെന്നാണ്. ശരിക്കും പറഞ്ഞാൽ വിജയ് സിനിമ ഇറങ്ങുമ്പോൾ അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രവേഴ്സി കൊണ്ടേ വരുള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ പേജസിലൊക്കെ ഒന്ന് നോക്കിയപ്പോൾ സെൻസർ ബോർഡ് അപ്രൂവൽ കിട്ടി എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് റിയാക്ഷൻ വീഡിയോയിലോട്ട് പോകാം. ஒரு பேர் அடிச்சிருங்க. அவன் யார் என்னன்னு விசாரிச்சு சொல்ல. தளபதி ஓ தொட்டுலையே சம்பவம் பண்றவனு கேள்விப்பட்டிருப்ப. அதுல ரெக்கார்டு வைக்கிறவனு கேள்விப்பட்டிருக்கியா? சீன் 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 என்ற മോനെ விஜய் சாதா மேன் தான் பேபி. ஆனா செய்யற சம்பவம் எல்லாம் சூப்பரா இருக்கும்னு சொல்லுவாங்க. கூடாது சார். விஜய புலி மாதிரி வளர்க்கணும். கமான். இந்த வருஷமாவது ஆர்மி அப்ளிகேஷன்ல ஒழுங்கா கையெழுத்து போடணும். ഈ പാസം അവസാനത്തെ സിനിമയിൽ ഒരുപാട് പാസം കുത്തിക്കയറ്റി എന്താവുമെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ബാലയ്യ സിനിമ അറിയാമല്ലോ നിങ്ങൾക്ക്. ബാലയ്യയുടെ മറ്റേ സിനിമയുടെ റീമേക്കാണ് ശരിക്കും ഇത് പറഞ്ഞത്. പുള്ളിയുടെ കുറേ ആൻറ്റി ഗ്രാവിറ്റി സാധനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ അതൊക്കെ കുറച്ച് മയപ്പെടുത്തിയായിരിക്കും എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിജയുടെ സ്വാഗും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവസാനത്തെ സിനിമയാണ്, എന്തായാലും ബാക്കിയും കൂടെ കാണാം. ഹോബിയോട് ഓ എല്ലാവരും ഉണ്ടല്ലോ. விஜயோட பயத்துக்கு பின்னாடி ஏதோ பெருசா ஒண்ணு இருக்கு. அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கலாம். രക്ഷകൻ മോഡാണ് എന്തായാലും. പുള്ളിക്കാരൻ അത് വിട്ടൊരു കളിയില്ലെന്നാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മറ്റേ ബാലയ്യയുടെ പടം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത് ഫ്രഷ് ആയിട്ട് എനിക്ക് പോയി കാണണമെന്നുണ്ട്. കാരണം അത് കണ്ട് എനിക്കറിയില്ല അതിൻ്റെ കഥ എങ്ങനെയാണ്, മേക്കിംഗ് എങ്ങനെയാണെന്ന്. കുറേ സീൻ ബൈ സീൻസൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഫുള്ള് സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. അതിൻ്റെ കഥയും അറിയത്തില്ല. ഞാൻ കാണണ്ടെന്ന് തന്നെ വിചാരിച്ചു, ഫ്രഷ് ആയിട്ട് തന്നെ കാണാമെന്ന് വിചാരിച്ചു. അത് എന്തായാലും വിജയിയുടെ അവസാന പടമില്ലേ, എന്തായാലും പോയി കാണാമെന്ന് വിചാരിച്ചു. ഓ വൗ, അത് സീന് സാധനം. എൻ്റെ മോനെ, മ്യൂസിക് ഒരു രക്ഷയില്ല. സീന് മ്യൂസിക് കേട്ടാ. திரும்பி போற ஐடியாவே இல்ல. I am coming. ഓ കമ്മിങ്. ചെറിയൊരു മാറ്റമുണ്ട് എന്തായാലും. மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்குறடா. அரசியலுக்கு வரீங்க? ജനുവരി 9 ഞാൻ എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പലരും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നറിയാം. കാരണം പുള്ളിക്കാരൻ്റെ അവസാനത്തെ സിനിമയാണ് തിയേറ്ററിൽ. അത്രയും എന്താ പറയുക, അത്രയും ഒരു ഓറ സൃഷ്ടിക്കാൻ പറ്റിയ ഒരു തമിഴ് ഇൻഡസ്ട്രിയിൽ ആക്ടേഴ്സ് ഭയങ്കര കുറവാണ്. അതിൽ വൺ ഓഫ് ദ ആക്ടറാണ് വിജയ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ അഭിനയം നിർത്തുവാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു ഫെസ്റ്റിവൽ തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പുള്ളിക്കാരൻ്റെ ഫാൻ ഷോയ്ക്കൊക്കെ പോയവർക്ക് മനസ്സിലാവും. പക്ഷേ ഇതിൽ കുറേ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റിയിട്ടുണ്ട്. കാരണം അറിയാമല്ലോ, പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് ഫിലിമാണ്, പിന്നെ ഈ പൊളിറ്റിക്സിലോട്ടുള്ള എൻട്രിയാണ്. അപ്പം ഈ സിനിമയിലൂടെ കുറേ റെഫറൻസുകൾ പറയുന്നുണ്ട് പുള്ളിക്കാരൻ്റെ പാർട്ടിയിലെയും കാര്യങ്ങളുടെ. അതുപോലെ അവസാനം കണ്ടല്ലോ കുറേ പൊളിറ്റിക്സ് കുത്തിക്കയറ്റിയിട്ടുണ്ട്. നമുക്കെന്തായാലും നോക്കാം.
ബാലയ്യ സിനിമ പോലെ ആൻറ്റി ഗ്രാവിറ്റി സാധനമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം മറ്റേ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സീൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ബാലയ്യ ഒരു സീനിൽ ഇങ്ങനെ മറ്റേ ലോറിയിലൊക്കെ പറന്ന് വന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അതൊന്നും ഇതിലില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും എക്സൈറ്റഡ് ആണ്. അവസാനത്തെ മൂവിയാണ്. ടിക്കറ്റ് എങ്ങനെയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ അല്ല, അതിൻ്റെ കോമഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രിവാൻഡ്രം നെടുമങ്ങാട് സൈഡിൽ നമ്മുടെ സൂര്യ എന്ന് പറയുന്ന തിയേറ്ററുണ്ട്. അവിടെ 6 മണിക്ക് ഷോ ഉണ്ട്. ഞാൻ ഇന്ന് രാവിലെ എടുത്ത് നോക്കിയപ്പോൾ അവിടെ സീറ്റ്സ് ഫുള്ളാണ്. മീൻസ് ആരും ബുക്ക് ചെയ്തിട്ടില്ല. ഒരു സീറ്റ് പോലും ബുക്കായിട്ടില്ല. നമ്മൾ 5 പയ്യന്മാർ പോകാതിരിക്കുന്നുണ്ട്. ആ 5 പേരല്ലാതെ അവിടെ ആരും ബുക്ക് ചെയ്തിട്ടില്ല. ആരും അറിഞ്ഞില്ല. എന്തോ എനിക്കൊരു പിടിയുമില്ല. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പേ നോക്കുമ്പോഴും അതൊന്നും ഇതുവരെ ആയിട്ടില്ല. ആരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു അങ്ങനെ അവിടെ ഒരു ഷോ ഉണ്ടെന്ന്. കാരണം അപ്പുറത്തും ഇപ്പുറത്തും അപ്പുറത്ത് ഒരു തിയേറ്ററേ ഉള്ളൂ. അവിടെ 2 സ്ക്രീനിലും ഫാൻ ഷോസ് കൊണ്ട് നിറഞ്ഞു. എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ചത്ത ഒരു തിയേറ്ററിൽ പോയാണ് കാണാൻ പോകുന്നത്. എന്താണ് അവസ്ഥയെന്ന് ഒരു പിടിയുമില്ല. ഓക്കെ, അപ്പം ഇത്രയൊക്കെ തന്നെയാണ്. എന്തായാലും സിനിമ കണ്ടിട്ട് പറയാം. നല്ലതാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.